വാട വേട. ഓക്കെ, അപ്പോൾ അഗെയിൻ വേടേഷ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെതിരെ പീഡന പരാതി. അപ്പോൾ ഇതിനു മുമ്പ് വേടനെതിരെ മീറ്റു ആരോപണങ്ങളൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ളതാണ്. അതിനിടയിലാണ് പിന്നെ പുലിപ്പല്ല് ലഹരി കേസുകളൊക്കെ വേടനെതിരെ വന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് വേടൻ്റെ ജാതിയാണോ നിങ്ങൾക്ക് പ്രശ്നം, വേടൻ്റെ ജാതിയാണോ നിങ്ങളുടെ വിഷയം പോലുള്ള ക്യാമ്പയിനുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പീഡന പരാതിയും ലഹരിയിലൊക്കെ അറ്റ്ലീസ്റ്റ് ഈ ജാതി സാധനം മാറ്റി വെച്ചിട്ട് കാര്യമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യുക. ഇല്ല കാര്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ ആസൂത്രണം ആര് ചെയ്തു, എങ്ങനെ ഈ ആസൂത്രണം നടന്നു എന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ വേടൻ്റെ വിഷയം വരുമ്പോൾ ആരെങ്ങനെ സംസാരിക്കാൻ വന്നാലും ഇതാണ് പ്രശ്നമേ. ഒരു സൈഡിൽ അയാളുടെ ജാതിയാണോ നിങ്ങൾക്ക് പ്രശ്നം, വേറെ സൈഡിൽ ജാതിക്കാട് ഇറക്കി ഇതൊക്കെ മുക്കിക്കളയും. ഇത് കോർ സാധനം ഡിസ്കസ് ചെയ്യാൻ ഇവരാരും സമ്മതിക്കില്ല. അപ്പോൾ ഈ പരാതി വന്നത് 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ ഒരു ലേഡി ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിൽ കൊണ്ടു ചെന്നും ഈ ഡോക്ടറുള്ള സ്ഥലത്തേക്ക് വേടൻ വന്നും ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ന്യൂസിലേക്ക് പോയേക്കാം. ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് അവരെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഈ യുവ ഡോക്ടറും വേടനും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ 2020-21 കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ആ പരിചയത്തിനൊടുവിൽ വേടൻ ഈ ഡോക്ടറുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഡോക്ടറെ ആദ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി. ആ ബലാത്സംഗത്തിന് ശേഷം വേടൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പിന്നീട് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് വേടന്റെ പ്രോഗ്രാമുകളുള്ള സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ഈ ഡോക്ടറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ 2023 അവസാനമായപ്പോഴേക്കും ഈ ഡോക്ടർ ടോക്സിക് ആണെന്നും പൊസസീവ് ആണെന്നും ഒക്കെ പറഞ്ഞ് അവരെ വേടൻ ഒഴിവാക്കുകയായിരുന്നു. അതിനുശേഷം വലിയ ഡിപ്രഷനിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്കും വിഷാദത്തിലേക്കും ഒക്കെ പോയി എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നീട് പലതവണ ചികിത്സ തേടി ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. അതിനൊക്കെ ശേഷം ഒടുവിൽ ഈ വേടനെതിരെ കഴിഞ്ഞ ഇടയ്ക്ക് 2 കേസുകൾ വന്നിരുന്നു. വനംവകുപ്പിന്റെ കേസ്, അതിനൊപ്പം ഈ ലഹരി കേസ്. അതിനിടയിൽ ആ സമയത്ത് ഒന്നിലേറെ സ്ത്രീകൾ വേടനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന മീറ്റു ആരോപണങ്ങളിൽ വീണ്ടും പ്രതികരിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു. അതില് എന്താണ് ചോദിച്ചൊക്കെ ആ ആരോപണത്തിന് പിന്നാലെയാണ് ഈ സ്ത്രീ, ഈ ഡോക്ടർ ഇപ്പോൾ എല്ലാം ഉറപ്പിച്ച് വേടനെതിരെ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ ഇത് വിശദമായി പറയുന്നുണ്ട്. തന്നെ എന്തൊക്കെ ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ മൊഴിയിൽ പറയുന്നുണ്ട്. പോലീസ് ആ പരാതിക്ക് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലേറെ തവണ ബലാത്സംഗം കേസ് ചെയ്തതിന് IPC വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ആ വേടനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ മൊഴി പരിശോധിക്കുകയാണ്. നേരത്തെ നടന്ന സംഭവങ്ങളാണ്, പക്ഷേ കേസ് എടുത്തത് കൊണ്ട് തന്നെ വേടനെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ്. അതായത് ഈ കേസ് റീസെന്റ് തന്നെയാണ്, ഓക്കെ, ഒരു 5 വർഷം ഒക്കെ ഉള്ളിൽ തന്നെയുള്ള കേസായതുകൊണ്ട് തന്നെ പ്രൈമ ഫേസിൽ ഒരുപാട് എവിഡൻസുകൾ കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ലേഡിക്ക് തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് അവരുടെ കയ്യിലുള്ള എവിഡൻസ് കൊടുക്കാം. അതിലിപ്പോൾ ഡിജിറ്റൽ പ്രൂഫുകൾ കാണും, മണി ഇൻവോൾവ് ട്രാൻസാക്ഷൻസ് കാണും, പിന്നെ അത്യാവശ്യം ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ CCTV വിഷ്വൽസും പരിപാടികളൊക്കെ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ ലേഡി കോട്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത്, അവരുടെ മൊഴി. അപ്പോൾ ആകെ മൊത്തം പ്രൈമ ഫേസിൽ തന്നെ ഇത് നിലനിൽക്കുന്ന കേസാണോ അല്ലേ എന്നുള്ളത് പോലീസിന് തെളിയിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വേടൻ്റെ ഫാമിലിയുടെ വേർഷൻ, അല്ലെങ്കിൽ വേടൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു വേർഷൻ വരുന്നത് ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ട് എന്നാണ്. നിയമപരമായി നീങ്ങും റാപ്പർ വേടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഞാൻ കണ്ടു. ആസൂത്രിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കംപ്ലീറ്റ് ന്യൂസ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുമ്പോൾ ഈ സാധാരണ കോടതിയിലേക്ക് പോകുന്ന കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയതോ ആയിട്ടുള്ള കൺസെൻറ്റിൻ്റെ മുകളിൽ പരസ്പരം ഫിസിക്കൽ റിലേഷനിലായിരുന്ന് പിന്നെ അതിൽ നിന്ന് മാറി റിലേഷൻ ബ്രേക്ക് ആവുന്ന സമയത്ത് കേസിലേക്ക് പോകുന്ന വിഷയങ്ങളിൽ പീഡന പരാതി വരുമ്പോൾ കോടതി തന്നെ ചോദിക്കാറുണ്ട് ഇതിൽ പീഡനം എവിടെ എന്നുള്ളത്. പക്ഷെ അത് കൗണ്ടർ ചെയ്യാൻ ഇവിടെ കൃത്യമായിട്ട്, അപ്പോൾ ഈ ന്യൂസ് കേട്ടപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലാദ്യം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഈ യുവ ഡോക്ടർ, ഇവർ ഫസ്റ്റ് വേടൻ ഇവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്
അന്ന് പീഡനം നടന്നു എന്നാണ് പറയുന്നത്. ആ പീഡനത്തെ തുടർന്നുണ്ടായ മുന്നോട്ടുള്ള പ്രവൃത്തിയിൽ ഈ പറഞ്ഞ വേടൻ വിവാഹ വാഗ്ദാനം നൽകി. അതായത് ഒരു പക്ഷേ ആ അപ്രോച്ച് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നൽകുകയും എന്നിട്ടത് മുതലെടുത്തു. ഓക്കെ, അപ്പോൾ പിന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഒന്നുകിൽ കൺസെൻറ്റ് എന്നുള്ള രീതിയിൽ കോടതിക്ക് എടുക്കാം. ഇനി അതല്ല, ഇവരുടെ ഒരു തെളിവുണ്ട്, അതും ഭീഷണിയുടെ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തെളിവോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ അത് അങ്ങനെയായിരിക്കും. അല്ലാത്ത പക്ഷം കോടതി ചോദിക്കും. മനസ്സിലായോ? 2021 മുതൽ 2023 വരെ നിരന്തരമായിട്ട് പീഡനം സംഭവിച്ചത് എങ്ങനെയെന്നുള്ളത് കോടതി ചോദിക്കും. അതുകൊണ്ട് അതിനൊരു ഇനീഷ്യൽ കൗണ്ടർ എന്നുള്ള നിലയ്ക്കാണ് ഈ തുടക്കം ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് നടന്ന ഈ വേടൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഡോക്ടറെ അടുത്തുള്ള അപ്രോച്ച് അതൊരു കടന്നുകയറ്റവും അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരെ പീഡിപ്പിച്ചതുമാണെന്നുള്ളത് ആ ഒരു സാധനം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേടൻ ഈ റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ടോക്സിക്കാണ്, പൊസസീവാണെന്ന് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ബാക്കി ഭാഗം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കേസിൽ വേറെ കുറേ പോയിൻറ്റ്സ് നോക്കാം. അതിനിടയിൽ ഞാൻ സൈഡിൽ കുറേ കമൻറ്റ്സ് വെക്കാം. അതിൽ വേടനെ സപ്പോർട്ട് ചെയ്തും ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒക്കെ കമൻസുകൾ വരുന്നുണ്ട്. പരാതി കൊടുത്ത ലേഡിക്കെതിരെയും അറിയാലോ ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് ഇത്ര കാലം നീ എവിടെയായിരുന്നടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വരാതിരിക്കുന്നില്ലല്ലോ. രാത്രി തന്നെ അതായത് വേടനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടുകയും അങ്ങനെ നമ്മളിവിടെ സ്റ്റേഷനിലേക്ക് വരികയുമായിരുന്നു. അതിനുശേഷമാണ് പോലീസ് പുലർച്ചയോടുകൂടി FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രധാനമായും തന്നെ ഈ 376(2) എന്നുള്ള വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ IPC 376(2) എന്ന വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് ഈ ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പുള്ള ഒരു കേസ്, ഈ പ്ലേസ് ഓഫ് ഒക്കറൻസും അല്ലെങ്കിൽ ആ ടൈമും ഒക്കെ തന്നെ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പായതുകൊണ്ടാണ് IPC വകുപ്പുകൾ അതിലേക്ക് ചുമത്തിയിരിക്കുന്നത്. റിപ്പീറ്റഡ് റേപ്പ് എന്നുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ വേടനെതിരെ തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഈ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി ഇന്നലെ രാത്രി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അതനുസരിച്ച് കോഴിക്കോട് വെച്ചും ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചും അവരെ പലപ്പോഴായി റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് വേടനെതിരായ ആരോപണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ യുവതി ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം നടത്തി, തന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അനുസരിച്ചാണ് താൻ ദേവന് ഈ വേടന് വഴങ്ങിക്കൊടുത്തത്. മാത്രവുമല്ല അയാളുടെ വാക്കിൽ താൻ വിശ്വസിച്ചു. അയാൾ വിവാഹം കഴിക്കുമെന്ന് താൻ കരുതി. പക്ഷെ അത് പിന്നീട് ഉണ്ടായില്ല. തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി പിന്നീട് നടന്നു. 2023 മാർച്ചിന് ശേഷം തന്നെ ഒഴിവാക്കാൻ പല പല കാരണങ്ങൾ കണ്ടെത്തി. തന്റെ സ്വഭാവത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല തന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. താൻ കൂടുതൽ പൊസസീവ് ആകുന്ന കാര്യത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ തന്നെ ഒഴിവാക്കാൻ വേടൻ മനഃപൂർവ്വമായി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഓക്കെ, ഇതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടർ പറയുന്നൊരു കാര്യമുണ്ട്. പുലർച്ചെ കേസ് വരും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ മീഡിയാസിന് കിട്ടിയ പോലത്തെ ഒരു ടോക്ക്. പോലീസ് സ്റ്റേഷനിൽ എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കൂ, സംശയമാണ്. കാരണം ഈ ലേഡി അവിടെ പോയി മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. രാത്രിക്ക് തന്നെ പുലർച്ചയ്ക്കായപ്പോൾ മൊഴി കൊടുത്തു എന്ന് പറയുന്നു. സോ ആ ടൈമിൽ മീഡിയാസിന് ഒരു എൻ്റർടൈൻ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇത് പീഡന പരാതി വരുമെന്നുള്ളത് ഉറപ്പായപ്പോൾ മീഡിയ അവിടെ ചെന്നതാണ്. സോ ഹൂ ഇൻഫോം ദ മീഡിയ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അത് കൃത്യമായി കുറച്ച് ടൈം എടുത്ത് കാര്യങ്ങൾ വെൽ സോർട്ട് ചെയ്ത് ഈ പരാതി മുന്നോട്ട് പോകുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ആയിട്ട് അതിൽ നിലനിൽക്കണം. മനസ്സിലായോ? ഇതിലിനി വേറൊരു കൗണ്ടറോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ വരരുത് എന്നുള്ളത് കൃത്യമായിട്ടൊരു വക്കീൽ പ്ലാൻ ചെയ്ത് എഴുതി കൊടുത്ത പോലത്തെ ഒരു സെറ്റപ്പ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഇത് നടന്നോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നമുക്കതിലൊന്നും പറയാനില്ല. ഒരു സ്ത്രീ പോയി പരാതി കൊടുക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആ പരാതിയുടെ ഇൻറ്റൻസിറ്റി എന്തുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്താ പറയുക, സിസ്റ്റത്തിന് വിട്ടുകൊടുക്കുക. ഫൈൻ, അതിലിപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെളിവുകളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾ വഴുകുന്നു എന്നുള്ളൊരു ചോദ്യം കമൻറ്റ് ബോക്സിൽ ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്കുണ്ടായൊരു ഫിസിക്കൽ അബ്യൂസ് നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രോമ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആവുന്ന സമയത്തെ നമുക്കത് പുറത്തൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അത് അപ് ടു എ പേഴ്സണാണ്. അത് ആ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് അവർ നേരിട്ട ഇങ്ങനത്തെ ഒരു ദുരനുഭവം പുറത്ത് പറയാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവരതെടുക്കും. മനസ്സിലായോ? കുറച്ച് സമയം എടുത്ത് പരാതി കൊടുത്തുകൊണ്ട് ആ പരാതി ഇവിടെ എടുക്കാതിരിക്കുന്നില്ലല്ലോ നിയമം. പരാതി എടുക്കും. എന്താണ് അവിടെ വേണ്ടത്?
തെളിവുകളാണ് വേണ്ടത്. ഓക്കെ, സോളിഡ് എവിഡൻസുകൾ വേണം. അപ്പോൾ ഇവിടെ പോലീസിന് ഈസിയാണ് കാര്യങ്ങൾ. 2021 2023 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, CCTV ഫുട്ടേജുകൾ കാണാം, ഡിജിറ്റലി അവർ എൻഗേജ്ഡ് ആയുള്ള ചാറ്റോ പ്രൂഫോ സംഗതികളോ അതിനകത്ത് വരാം. വേടനും അതെന്ത് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വേടനും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഫൈൻ. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ഓൾറെഡി ഈ വ്യക്തിക്കെതിരെ മീറ്റു ആരോപണമുള്ളപ്പോൾ, അന്ന് ഇത് വിഷയമായപ്പോൾ, ഓക്കെ, ആൻഡ് റീസെൻ്റ്ലി ഈ വന്നിട്ടുള്ള ലഹരി പുലിപ്പല്ല് കേസുകൾ അതും വന്ന സമയത്തൊന്നും അഡീഷണലി ഇത് അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നില്ല ഈ കേസ്. ഇതിപ്പോൾ വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല രീതിയിൽ ഈ സംഗതി എന്ത് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പ്രിപ്പയർ ചെയ്ത് വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഞാൻ പറയുന്നു. അങ്ങനത്തെ സാധനം എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ഒരു വർഷക്കാലം, അതായത് കോഴിക്കോട് തുടങ്ങി കൊച്ചിയിൽ വരെ, കൊച്ചിയിലെ ഫ്ളാറ്റിലടക്കം പലപ്പോഴായി നടന്ന ഇത്തരത്തിലുള്ള ബലാത്സംഗ ശ്രമങ്ങൾ, ബലാത്സംഗം അതൊക്കെ തന്നെ ശാരീരികമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ തന്നോട് പ്രണയം നടിക്കുകയായിരുന്നു, അതിനുശേഷം തന്നെ ഒഴിവാക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താൻ ഇത്തരത്തിൽ ഒരു റേപ്പ് പരാതിയുമായി രംഗത്തെത്തുന്നതാണ് യുവ ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അവർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന വിഷു നേരത്തെ ടുട്ടു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ മാനസിക പ്രശ്നങ്ങൾക്കിടയാക്കുകയും വലിയ തോതിൽ തന്നെ ഡിപ്രഷനിലേക്കടക്കം കൊണ്ടുപോവുകയും ചെയ്തു. വേടൻ വളരെ പ്രശസ്തനായ ആളാണ്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ തന്നെ വിവാഹം കഴിക്കുമെന്നൊരു പ്രതീക്ഷ തനിക്ക് ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് തന്നെ മുന്നോട്ട് പോയത്. പക്ഷേ അയാൾ തന്നെ ഒഴിവാക്കുന്നു, മനഃപൂർവ്വമായി ഒഴിവാക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് താൻ ഇത്തരത്തിലുള്ള പരാതിയുമായി രംഗത്തെത്തുകയും ബലാത്സംഗ ആരോപണം ഉന്നയിക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇന്നലെ രാത്രി വളരെ വിശദമായി തന്നെ, രാത്രി വൈകിയും വളരെ വിശദമായി തന്നെ ഈ മൊഴി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ആ മൊഴി വളരെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ 376(2) റിപ്പീറ്റഡ് റേപ്പ് എന്നുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഈ മൊഴിയുടെ വിശ്വാസ്യത വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വാഗ്ദാനം, ഇത് ഞാൻ കുറേ കണ്ടല്ലോ പറഞ്ഞതാണ്. ഇവിടെയും ഞാൻ തന്നെ പറഞ്ഞു, ഒരു വാഗ്ദാനം ഒരാണ് പെണ്ണിനും പെണ്ണാണിനും കൊടുക്കുമ്പോഴത്തേക്ക് ചാടിപ്പോയിട്ട് ലൈഫ് അടക്കം ആ ആണിനോ പെണ്ണിനോ വേണ്ടിയിട്ട് കളയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇനിയിപ്പോൾ ഈ പെണ്ണൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ കേസ് കൊടുത്ത ലേഡിക്കെതിരെ നീ ഒരു ഡോക്ടറല്ലേ എന്നുള്ള സാധനം ഓബിയസ്ലി വരാം, ഡോക്ടറാണെങ്കിലും അല്ലെങ്കിൽ. എനിക്ക് പറയാനുള്ളത്, ഒരു വാഗ്ദാനത്തിൻ്റെ മുകളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, പച്ചയ്ക്ക് പറയാം, ആണോ പെണ്ണോ എല്ലാം തുറന്നിട്ട് നിൽക്കരുത്, കൊടുക്കരുത് പ്ലീസ്. അത് റിക്വസ്റ്റാണ്. കാരണം പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസോ കൂട്ടങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ പലതും പല തലങ്ങളിൽ നിന്നും കേൾക്കേണ്ട ഒരു അവസ്ഥ വരും. ഇനി വേടനിതിൽ പഠിക്കാൻ പറ്റിയ മുതൽ എന്നുള്ളൊരു സംഗതി വരും. വേടൻ്റെ പാട്ട് സംബന്ധമായിട്ടുള്ള, പാട്ടിലെ പൊളിറ്റിക്സാണ് പഠന വിഷയമാക്കിയിട്ടുള്ളത്, അല്ല വേടൻ്റെ പേഴ്സണൽ ലൈഫല്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പേഴ്സണൽ ലൈഫ് വെച്ചിട്ടാണ് ഈ പഠനങ്ങളോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളോ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാമല്ലോ, ബയോളജി ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ബാക്ക്ഗ്രൗണ്ടിൽ മീറ്റു അടക്കമുള്ള ആരോപണങ്ങളും ഈ സംഗതികളും ഒക്കെ ഉള്ളപ്പോൾ വേടൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ പഠനമൊന്നും ആരും ഇവിടെ എടുക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ കുറേ കേൾക്കാം, സർക്കാർ കഞ്ചാവ് കേസ് വന്നതിന് ശേഷവും ഇയാളെ പല വേദികളിലും കൊണ്ടുപോയി കുട്ടികൾക്കും യുവത്വത്തിനും മാതൃകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവനെയാണോ കാണിച്ചു കൊടുത്തതെന്നുള്ള സംഗതികളൊക്കെ വരാതിരിക്കുന്നില്ല. അതൊക്കെ സർക്കാർ നോക്കേണ്ടിയിരുന്നു വന്ന്, മനസ്സിലായോ? സർക്കാർ നോക്കേണ്ടിയിരുന്നു വന്ന്. എന്താ പറയുക, യൂത്തിനെ ആകർഷിക്കാൻ, കുറച്ച് വോട്ട് ബാങ്കിനെ സംതൃപ്തിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് വേടനെ കൊണ്ട് നടന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെയൊക്കെ സംഗതികളുള്ള ഒരാളാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്തോ, വിഷയമല്ല, മനസ്സിലായില്ലേ? അത് സപ്പോർട്ട് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. ബട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലീൻ ചീറ്റുള്ള ആളുകളെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. അതൊക്കെ പല വിമർശനങ്ങളും പല വഴിക്കായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇനി സർക്കാരിനെതിരെയും വരും. ഓക്കെ, ഇനി അത് കൗണ്ടർ ചെയ്യാൻ കുറേ ക്യാപ്സ്യൂളുകളും വരും, അത് വേറെ കാര്യം. ഈ വേടൻ്റെ വിഷയത്തിൽ പുലിപ്പല്ലും ലഹരിയൊക്കെ വന്ന സമയത്തും സ്ട്രോങ് ആയിട്ട് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നത് ഈ മീറ്റു ആരോപണങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം എനിക്കിത് എവിടെയോ തോന്നുന്നു, ഈ മീറ്റു ആരോപണങ്ങൾ വന്നത് അവരും ഈ ഒരു ഡോക്ടറിൻ്റെ ഒരു കോർഡിനേഷൻ ഇതിനകത്തുണ്ട് തോന്നുന്നു എനിക്ക്, ഈ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ സംഗതിനകത്ത്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ കേസിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കുമ്പോൾ തന്നെ ഇവർക്ക് സോളിഡായിട്ട് പറയാൻ ആദ്യത്തെ ഇവൻ്റെ അപ്രോച്ച് അവിടെ ഉണ്ട്. വേടൻ ഈ ലേഡിയെ അപ്രോച്ച് ചെയ്തത് നിരന്തരം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡനം എന്നുള്ള സാധനം കോടതിയിൽ നിലനിന്നില്ലെങ്കിലും ആദ്യത്തെ അപ്രോച്ച് അതൊരു പീഡനമായിട്ട് നിലനിൽക്കും, മനസ്സിലായോ? പിന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്ലസ് ഫ്രണ്ട്സിൻ്റെ മൊഴികൾ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.
2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി, തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് തറയിൽ ഒരു ബെഡിട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് 5 സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല, കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല, സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് 2021 ഡിസംബർ മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് 31,000 രൂപ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ജിപേ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്, അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. 2021 ഡിസംബർ 8-ാം തീയതി തനിക്ക് പാർട്ടി ഇറക്കാൻ പൈസ വേണം എന്ന് വേടൻ പറയുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് താൻ 10,000 രൂപ ഇട്ടുകൊടുക്കുന്നു. അതേ 2021 ഡിസംബർ 19 വീണ്ടും കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് താൻ 5,000 രൂപ കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത്. മാത്രമല്ല, 2021-23 കാലഘട്ടത്തിൽ ഏതാണ്ട് 16,000-ഓളം രൂപയാണ് താൻ ഇങ്ങനെ നൽകിയത്. മാത്രവുമല്ല, അങ്ങനെ മൊത്തം 31,000 രൂപ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, 8,356 രൂപയ്ക്ക് താൻ വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. നിരന്തരം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച വ്യക്തിക്ക് നിരന്തരം കാശ് അയച്ചു കൊടുത്ത ഡോക്ടർ ഒരു മാസം തന്നെ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ കളിയാക്കുന്നതോ അല്ലെങ്കിൽ ഇതിന് എതിർത്ത് പറയുന്നതോ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടല്ലോ. ആദ്യം ഇവരുള്ള സ്ഥലത്തേക്ക് വേടൻ വരുന്നു, ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അതിനുശേഷം 3 ദിവസം വീട്ടിൽ വേടൻ നിൽക്കും ചെയ്തു എന്നുള്ളതാണ് ന്യൂസിൽ വന്ന മൊഴിയാണെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ. അതിനുശേഷം 5 ഇടങ്ങളിൽ വീണ്ടും അതിനിടയിൽ പൈസയുടെ ട്രാൻസാക്ഷൻ എഗെയിൻ. അപ്പോൾ സംഗതി വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഏത് രീതിയിൽ കോടതിയിൽ നിൽക്കും എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഞാൻ പറഞ്ഞതിന് ആകെ ഒരു പോസിബിലിറ്റി ഉള്ളത് ആദ്യത്തെ ആ ഒരു അപ്രോച്ച്, വേടൻ ആ ലേഡിയെ അപ്രോച്ച് ചെയ്തത് വേണമെങ്കിൽ നിലനിൽക്കാം. അതൊരു പീഡന പരാതിയായിട്ട് തന്നെ കോടതിക്ക് കൺസിഡർ ചെയ്യാം. അല്ലാത്ത പക്ഷം ബാക്കി ആസ്പെക്ട്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കോടതിയിൽ നിൽക്കും എന്നുള്ളത്. മനസ്സിലായോ? കോടതിയുടെ പല ചോദ്യങ്ങളും വരുമ്പോൾ ഇത് നിൽക്കാത്ത രീതിയിൽ തന്നെ പൊട്ടിപ്പോകാനുള്ളൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ നാട്ടിൽ ഇങ്ങനെയാണ് പല കേസുകളും. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന കുറേ കേസുകൾ ഇങ്ങനെയാണ്. 2 പേര് തമ്മിൽ റിലേഷനിലായി, അവർ മര്യാദയ്ക്ക് മുന്നോട്ട് പോയി, ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ ബ്രേക്ക് ആവുന്ന സമയത്ത് സ്ത്രീ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു, കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, ഫൈനൽ, ടാറ്റ ബൈ, ദ എൻഡ് എന്ന് പറഞ്ഞുള്ളൊരു പരിപാടി. ആ പരാതിയിൽ വളരെ കൃത്യമായി തന്നെ കൗണ്ടർ ചെയ്യുന്നത്, അതായത് ഈ താനുമായി പരിചയപ്പെട്ട് തന്റെ ഫ്ളാറ്റിലേക്ക്, തന്റെ കോഴിക്കോട്ടെ താമസ സ്ഥലത്തേക്ക് വരുന്നു. തങ്ങൾ അവിടെ ഒരു നിലത്ത് വിരിച്ചിട്ട ബെഡിലിരുന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് തന്റെ അനുവാദമില്ലാതെ തന്നെ ചുംബിക്കുകയാണ് ചെയ്തത്. അത് തന്റെ അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ചുംബിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തന്നെ ബലമായി കീഴ്പ്പെടുത്തി എന്ന രീതിയിലാണ് ഈ യുവതി അതിൽ പറഞ്ഞു വെക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് തന്നെ ഈ ആദ്യമായി താനുമായി ലൈംഗിക ബന്ധത്തിലുണ്ടായത് പോലും അതൊരു ബലാത്സംഗമാണ്, തന്റെ അനുവാദത്തോടു കൂടി ആയിരുന്നില്ല, തന്നെ കടന്നു പിടിക്കുകയായിരുന്നു, അതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ യുവതി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുകയാണ്. രണ്ടാമത്തേത്, നേരത്തെ ശാലിനി ചോദിച്ചത് എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്നതിലും യുവതി വളരെ കൃത്യമായ ഒരു ആൻസർ ഈ മൊഴിയിലും പരാതിയിലും നൽകുന്നുണ്ട്. അതായത് 2023 ജൂലൈ മാസത്തിൽ ആണ് ഈ വേടൻ ഈ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് വളരെ ക്ഷുഭിതനായി തന്നോട് സംസാരിക്കുകയും തനിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്നും തന്റെ ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണ് എന്നും
വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം താൻ വളരെ ഡിപ്രഷനിൽ ആയിരുന്നു. പിന്നീട് ഈ വേടത്തെ ഈ അഭിമുഖങ്ങളിലടക്കം തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയും ആ ഘട്ടത്തിൽ തനിക്ക് മനസ്സിലായി തന്നെ അന്ന് ഉപയോഗിക്കുകയായിരുന്നു, ദുരുപയോഗം ചെയ്യുകയായിരുന്നു ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ പരാതിയുമായി വരുന്നതെന്ന് പറയുന്നു. മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ പരാതിയുടെ ഭാഗമായി യുവതി പറയുന്നുണ്ട്. അതായത് ഇതിൽ ആരൊക്കെ സാക്ഷികളാണ് എന്നുള്ള കാര്യത്തിൽ കൂടി ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ പ്രശസ്തരായ ചില സുഹൃത്തുക്കൾ, ചില റാപ്പർമാർ, ഡെപ്സി അടക്കമുള്ള ആളുകളെ കുറിച്ച് ഈ പരാതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും, അതായത് വേടനും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ളാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. 2022 മെയ് 30 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നത്. അതായത് അന്ന് കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വേടൻ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത്. അന്ന് തന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തനിക്ക് ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മാത്രമല്ല ഇത്തരത്തിൽ അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് ഈ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തന്നെ ഒഴിവാക്കുകയാണ് എന്ന തോന്നൽ 2023 ജൂലൈ മുതലാണ് തനിക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കൊച്ചി ലേ മെറിഡിയനിൽ വെച്ച് ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു. അതില് താനൊപ്പം ഉണ്ടായിരുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളായ അഖിൽ, നിസാബുദ്ദീൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ കോൺസെർട്ട് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് തങ്ങൾ വന്നു. പക്ഷെ അതിനുശേഷം വേടൻ വളരെ വൈകിയാണ് വന്നത്. അതിനുശേഷം വന്നു തന്നോട് പറഞ്ഞത്, നീ വളരെ ടോക്സിക് ആണ് എന്ന് തന്നോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളയാളാണ്, പക്ഷെ നീ അതിനൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണ്. എനിക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നോട് പരുഷമായി സംസാരിച്ചുകൊണ്ട് വേടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളായിട്ടുള്ള പല റാപ്പേഴ്സിനും ഇവരുടെ ബന്ധം അറിയാമെന്ന് പറയുന്നു. അവരുടെ മൊഴിയൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ഇതിനകത്ത് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഈ പറഞ്ഞൊരു സംഗതി, അതായത് ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ടാണ് വേടനെ ഒഴിവാക്കിയെന്ന് പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആണിന് കൊണ്ടുപോയിട്ട് അങ്ങനെ പരാതികൾ, ഇപ്പോൾ ആണ് ടോക്സിക്കാന്ന് പറഞ്ഞുള്ള ഒരുപാട് പരാതികൾ സ്ത്രീകൾ കൊടുക്കാറുണ്ട്. ഞാൻ എവിടെയും ഒരു ആണ് കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. ഒരു ബന്ധത്തിൽ നിന്ന് മാറുമ്പോൾ സ്ത്രീ ടോക്സിക്കാണ്, അത് അങ്ങനെ പരാതി കൊടുത്താൽ എടുക്കൂ? എനിക്കറിയില്ല. അപ്പോൾ വേടൻ്റെ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ റീസെൻ്റ്ലി തന്നെ പുറത്ത് വന്ന വിഷയമായതുകൊണ്ട് ഇനിയിപ്പോൾ ആ ടൈമിൽ വേടന് ഈസി ആയിട്ട് പറയാൻ പറ്റും, ഞാനന്ന് ഉപയോഗിച്ചിട്ടുണ്ടേ, നിങ്ങൾ ഉപയോഗിക്കരുതേ, ഈ സാധനം പറയും. വേടന് അതും പറഞ്ഞ് ലഹരിയുടെ കാര്യമാണ് പോവും. ആൻഡ് എഗെയിൻ കമ്മിങ് ടു ദിസ് വിവാഹ വാഗ്ദാനം സെറ്റപ്പ് പരിപാടി, എനിക്കൊരു കാര്യം പറയുള്ളൂ മക്കളെ, റീൽ ഈസ് നോട്ട് റിയാലിറ്റി. നിങ്ങൾ ഈ റീല് കാണുന്നവർ അതൊന്നും റിയാലിറ്റി ആയിട്ടല്ല, അവരുടെ റിയൽ ലൈഫ് അല്ല, റിയാലിറ്റി അല്ലത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറഞ്ഞ പോലെ റീൽ ഈസ് റീൽ, റിയാലിറ്റി ഈസ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 പാട്ടോ 2 ഡാൻസോ അല്ലെങ്കിൽ 4 മാസം ഡയലോഗോ 2 ചിരിപ്പിക്കുന്ന ഒരാൾ റീലുണ്ടെന്നുണ്ടെങ്കിൽ അവർ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവരെ പോയി നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വാഗ്ദാനങ്ങൾ തരും, നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കും, കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പീഡനവും. ഇതിൽ ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ലൈക്ക് ഈ ലേഡിക്ക് പൈസ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വേടൻ ഇപ്പം നിൽക്കുന്നൊരു സ്റ്റേജിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പ്രണയത്തെക്കുറിച്ച്. അത് കേട്ടപ്പോഴാണ് ഇവർ കേസായിട്ട് വന്നതെന്നൊക്കെയാണ് ഇവരുടെ വേർഷൻസ്. അപ്പം അങ്ങനത്തെ സമയത്ത് സോളിഡായിട്ട് നിങ്ങളതിൽ എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ജെന്യുവിനായിട്ട് വരുന്ന കേസുകൾ വരെ നമുക്ക് കേൾക്കുമ്പോൾ ഇത് നോർമലി മറ്റേ ബന്ധം ഏർപ്പെടുമ്പോൾ കൊടുക്കുന്ന പരാതിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ തള്ളിക്കളയാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ സോളിഡായ പ്രൂഫോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ആലിഗേഷനുമായിട്ട് വരുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പേഴ്സണൽ ജീവിതം ഇത്രയും വർഷം നീണ്ടു നിന്നപ്പോൾ അത് വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ തിരിച്ചും കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതും ഉണ്ടാവുമല്ലോ, ഒരു വാഗ്ദാനം അങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇവർ തന്നെ പറയുന്നു ഇവരെ മൊഴിയിൽ വേടനിട്ടിട്ട് പോയത് അവർ പൊസസീവാണ്, ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വേടൻ്റെ ഒരു വേർഷൻ വരും, ഈ ലേഡിയിൽ നിന്ന് എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് മനസ്സിലായോ, അതും വരുമല്ലോ. അപ്പം ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കലുണ്ട് കുറേ പ്രാവശ്യം. കാരണം ഇത് തിരിയലുണ്ട് ഇടയ്ക്ക്. കുറേയൊക്കെ കേസുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഒരു ടൈം കഴിഞ്ഞ് വന്ന് കൊടുക്കുന്നതാണെങ്കിലും അതിൻ്റെ റിയാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഈ കൺസെൻറ്റ് പരിപാടികൾ എല്ലാം ഉണ്ട് അതിനകത്ത്.
അതുകൊണ്ട് തന്നെയാണല്ലോ കോടതിയും പല കേസിൽ ചോദിക്കുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് അന്ന് പോയ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ വിഷയങ്ങളില്ലേ, വാഗ്ദാനം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളാണ് പോവുകയാണോ എന്നുള്ളത് കോടതി വരെ ചോദിക്കാൻ തുടങ്ങിയ ഒരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ഇതിൻ്റെ പരിപാടികൾ എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഈ ആസൂത്രണം, ഗൂഢാലോചന, സെറ്റപ്പ് വേടനെതിരെ ഉണ്ടോയെന്നും അറിയില്ല. ആ പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് വേടൻ ഇന്ന ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടും വേടൻ തൊലി കറുത്തവനായതുകൊണ്ടും വേടനെതിരെ കേസ് വന്നു എന്ന് പറയരുത്. വേടൻ്റെ പാസ്റ്റ് വളരെ സീനാണ്, മനസ്സിലായോ? ആ പാസ്റ്റിൽ ഉള്ള വിഷയങ്ങളിലാണ് ഈ കേസുകൾ വരുന്നത്. അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾ ചെയ്തു വെച്ച കാര്യങ്ങളിൽ അയാൾക്ക് തരുന്ന കർമ്മയാണ്. അല്ലാതെ അയാളുടെ ജാതി കൊണ്ടോ നിറം കൊണ്ടോ അയാൾ പറയുന്ന രാഷ്ട്രീയം കൊണ്ടോ അയാൾക്ക് അടിക്കുന്ന തിരിച്ചടിയല്ല. അമ്മയെക്കുറിച്ചും ലവറിനെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും വുമൺ എംപവർമെൻറ്റിനെയും അടിമത്തത്തിനെതിരെയൊക്കെ സംസാരിക്കുന്ന വേടൻ പേഴ്സണൽ ലൈഫ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു പാസ്റ്റിൽ. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, മുമ്പത്തെ കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അത് ഡീൽ ചെയ്യുക.